ജൂലൈയിൽ ടൂറിൻ്റെ ഒപ്പം ആരംഭിക്കാനിരിക്കുക മറ്റു ക്ലബ്ബുകളെല്ലാം തന്നെ താരങ്ങളെ ടീമിൽ എത്തിക്കുന്നതിന് വേണ്ടി തിരക്കിട്ട ചർച്ചകളിലാണ്. സോ ഒരു കംബാക്ക് വരുന്ന സീസണിൽ നടത്തണമെങ്കിൽ ബെറ്റർ സൈനിങ്സ് അത് ഉണ്ടായേ പറ്റൂ. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ സമീപനം അത് ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനേ സാധിക്കൂ. എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് തന്നെ കരുതാം. കാരണം ഒരുപാടധികം റൂമർ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരാധകർ കണ്ടും കേട്ടും കഴിഞ്ഞു. സ്വാഭാവികമായി ഏത് വിശ്വസിക്കണം എന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും. ഇനി നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ നിലയിലെ ഔട്ട് ഗോയിങ്സിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇൻകമിങ്സിന്റെ കാര്യത്തിൽ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അഡ്രിയാൻ ലൂണ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പടിയിറക്കവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ ആസ് ഓഫ് നൗ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ 2 പൊസിഷനിലാണ് റീപ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത്. 90R ഫുട്ബോൾ പേജ് അവരുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി 2 വിദേശ താരങ്ങളെ, അതായത് ഒരു സെൻട്രൽ ബാക്കിനെയും ഒരു സെൻട്രൽ ഫോർവേഡിനെയാണ് ഒഴിവാക്കി അവിടെ പുതിയ റീപ്ലേസ്മെന്റ് കൊണ്ടുവരുന്നതെന്നാണ്. ഇത് ഏത് താരങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ തന്നെ മാർക്കസ് മെർഗുലോ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. കോമി പെപ്പർ ആൻഡ് മിലോസ് ടെഞ്ചി. സോ ആസ് ഓഫ് നോ ഈ 2 താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി വരുന്ന സീസണിൽ പുതിയ സെൻട്രൽ ഫോർവേഡിനെയും സെൻട്രൽ ബാക്കിനെയും ടീമിൽ എത്തിക്കുന്നതിന് വേണ്ടി ഡിസിഷൻ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് 90R ഫുട്ബോൾ പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മുടെ ഒരു ചാനൽ 10K എന്ന ഫാമിലി എത്താൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.